ഈശോയിൽ പ്രിയമുള്ളവരെ, മെയ് മാസ ഭക്തി ആഗോള കത്തോലിക്ക സഭയിൽ ഏറെ പ്രചാരമുള്ളൊരു ഭക്തിയാണ്. ഏറെ ഭക്തിയോടുകൂടെ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന മാസമാണ്. അത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജെസ്യൂട്ട് വൈദികർ ആരംഭിച്ച ഒരു കാര്യമാണ് മെയ് മാസത്തിൽ പ്രത്യേകമായി അമ്മയെ ഓർക്കുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടായപ്പോൾ 9-ാം പിയൂസ് മാർപ്പാപ്പ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. മെയ് മാസം മാതാവിന് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ വളരേണ്ട മാസമാണ്. ഈ മെയ് മാസത്തിൽ പ്രധാനമായും നമ്മൾ 4 കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് കുടുംബ പ്രാർത്ഥന സജീവമാക്കേണ്ട മാസമാണ്. കാരണം കുടുംബങ്ങൾ ഒന്നിച്ചുകൂടി മെയ് മാസ ഭക്തിയിൽ വളരുവാൻ പരിശുദ്ധമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വണക്കമാസ ജപം എല്ലാവരും ചൊല്ലേണ്ട ദിവസങ്ങളാണ്, മാസമാണ്. പുസ്തകമില്ലാത്തവരൊക്കെ ഒരു പുസ്തകം മേടിച്ച് ആ ഭക്തിയിൽ വളരുവാൻ അതിലെ സംഭവങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട നല്ല ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ വണക്കമാസ ജപം ചൊല്ലാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. പിന്നെ നമ്മുടെ അടുത്ത കാര്യം, സുഹൃജപങ്ങൾ ചൊല്ലി ഒരുങ്ങണം. സുഹൃജപങ്ങൾ ചൊല്ലി പ്രത്യേകം ഒരുങ്ങേണ്ട മാസമാണ്. മാതാവുമായി ബന്ധപ്പെട്ട സുഹൃജപങ്ങൾ പ്രത്യേകം ചൊല്ലാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, മാതാപിതാക്കന്മാർക്ക് ചൊല്ലുകയും ചെയ്യുക. അടുത്ത കാര്യം, പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക ഈ മെയ് മാസം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും മെയ് മാസത്തിൽ മുടങ്ങാതെ കുർബാനയിൽ സംബന്ധിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഈ 4 കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പാലിച്ചുകൊണ്ട് ഈ മെയ് മാസം മനോഹരമാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.